ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്ന റഷ്യയും റഷ്യയുടെ ആക്രമണങ്ങളെ അതിശക്തമായി പ്രതിരോധിക്കുന്ന ഉക്രൈനും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. തികച്ചും നയപരമായ കാര്യങ്ങളാലാണ് യുദ്ധം നടക്കുന്നത്. അതിൻ്റെ ശരിതെറ്റുകളും ന്യായാന്യായങ്ങളും ദുരിതങ്ങളും ആകുലതകളുമെല്ലാം നവമാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിലയിടങ്ങളിലെങ്കിലും ദുരുദ്ദേശപരമായി മതത്തെയും ദൈവവിശ്വാസത്തെയും ഉൾപ്പെടുത്തി യുദ്ധ സാഹചര്യത്തെ വിലയിരുത്തുന്നവരെയും കണ്ടിരുന്നു. ക്രൈസ്തവ സഭകൾക്ക് ശക്തമായ സാന്നിധ്യമുള്ള റഷ്യയിലും ഉക്രൈനിയയിലും ജനങ്ങൾ യുദ്ധം ചെയ്യുകയോ യുദ്ധത്തിൻ്റെ ദുരന്ത ഫലങ്ങൾക്ക് ഇരയാവുകയോ ചെയ്യുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ യുദ്ധത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് സത്യാന്വേഷി അന്വേഷിക്കുന്നു. സമാധാനത്തെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഭാവാത്മകമായി സംസാരിക്കുന്നിടത്താണ് സമാധാനത്തിൻ്റെ പരാജയമാണ് യുദ്ധം എന്ന നിലയിൽ കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനം സംസാരിക്കുന്നത്. അതെ, സമാധാനത്തിൻ്റെ പരാജയമാണ് യുദ്ധം. പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സമാധാനം ദൈവത്തിൻ്റെ മൗലികമായ ഗുണമാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം പറയുന്നു, കർത്താവ് സമാധാനമാണ്. ദൈവിക മഹത്വത്തിൻ്റെ പ്രതിഫലനമായതിനാൽ സൃഷ്ടികളും സമാധാനം ആഗ്രഹിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലാണ് ഈ സമാധാനം സ്ഥാപിതമായിരിക്കുന്നത്. അത് നീതിയാൽ മുദ്രിതമായ ഒരു ബന്ധമാണ്. ഈ ബന്ധത്തിൽ സമാധാനം ദൈവം മനുഷ്യന് ദാനമായി നൽകുകയാണ്. അങ്ങനെ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് മാനുഷികമായ പദ്ധതികളിലും സമാധാനം നിലനിർത്താൻ മനുഷ്യന് സാധിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ ബോധപൂർവകമായ ഇടപെടലുകൾ ദൈവം സ്ഥാപിച്ച ക്രമത്തെയും അവിടുത്തെ പദ്ധതികളെയും തകിടം മറിക്കുകയും സമാധാനം അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതേ തുടർന്ന് ലോകം രക്തച്ചൊരിച്ചിലും വിഭജനവും അനുഭവിച്ചു. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും അക്രമം പ്രത്യക്ഷപ്പെട്ടു. സമാധാനവും അക്രമവും ഒരുമിച്ച് വസിക്കുകയില്ലല്ലോ. ദിനവൃത്താന്ത പുസ്തകം പറയുന്നു, അക്രമമുള്ളിടത്ത് ദൈവം സന്നിഹിതനാവുകയില്ല. വിശുദ്ധ ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ സമാധാനം കേവലം യുദ്ധത്തിൻ്റെ അഭാവം മാത്രമല്ല, അതിലേറെയാണ്. അത് ജീവിതത്തിൻ്റെ തന്നെ പൂർണ്ണതയാണ്. അത് മനുഷ്യൻ്റെ പദ്ധതികളിൽ രൂപപ്പെടുത്താനോ അവൻ്റെ കരങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാനോ കഴിയില്ല. കാരണം സമാധാനം ദൈവത്തിൻ്റെ ദാനമാണ്. തൻ്റെ ജനത്തിന് സമാധാനം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനങ്ങളോടും തൻ്റെ വിശുദ്ധരോടും ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്നവരോടും സമാധാനത്തെപ്പറ്റി പറയുമെന്ന് സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്. സമാധാനത്തെക്കുറിച്ച് ദൈവത്തിന് തൻ്റെ ജനത്തോട് പറയാനുള്ളത് ശ്രദ്ധിച്ചപ്പോൾ സങ്കീർത്തകൻ ഈ വാക്കുകൾ കേൾക്കുകയാണ്. സ്ഥിരസ്നേഹവും വിശ്വസ്തതയും കണ്ടുമുട്ടും, നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. ദൈവിക പദ്ധതികളുടെ അനുസരണത്തിലൂടെയാണ് ഈ ദാനം കരസ്ഥമാക്കാൻ ലോകത്തിന്, സമൂഹങ്ങൾക്ക്, മനുഷ്യർക്ക് സാധിക്കുക. സംഖ്യയുടെ പുസ്തകം പറയുന്നു, കർത്താവ് തൻ്റെ മുഖം നിന്റെ നേരെ ഉയർത്തുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യുന്നു. ഈ സമാധാനം ഫലസമൃദ്ധിയും ഐശ്വര്യവും നിർഭയത്വവും അഗാധമായ സന്തോഷവും ജനങ്ങളിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായുടെ കാലത്തെയാണ് മഹത്തായ സമാധാനത്തിൻ്റെ കാലമായി പഴയ നിയമ ഗ്രന്ഥങ്ങൾ വാഴ്ത്തുന്നത്. ജനതകളെല്ലാം കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയും അവിടുന്ന് തൻ്റെ മാർഗങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ സമാധാനത്തിൻ്റെ വഴികളിലൂടെ നടക്കുമെന്ന് യേശയ്യ പ്രവചിക്കുന്നുണ്ട്. പ്രകൃതിയെ മുഴുവനും ആശ്ലേഷിക്കുന്ന സമാധാനത്തിൻ്റെ പുതിയൊരു ലോകം മിശിഹായുടെ കാലത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. മിശിഹ തന്നെ സമാധാനത്തിൻ്റെ രാജപുത്രൻ എന്ന് വിളിക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സമാധാനം ഭരിക്കുന്ന ഇടത്ത്, ഭാഗികമായെങ്കിലും അത് സന്നിഹിതമായിരിക്കുന്ന ഇടത്ത് ദൈവജനത്തെ ഭയപ്പെടുത്താൻ ഒരുത്തനും കഴിയുകയില്ലെന്ന് സഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കും. അപ്പോഴാണ് സമാധാനം ശാശ്വതമാകുന്നത്. എന്തെന്നാൽ രാജാവ് ദൈവനീതി അനുസരിച്ച് ഭരിക്കുമ്പോൾ നീതി ആർത്തു പുഷ്പിക്കും, സമാധാനം സമൃദ്ധമാകും. ചന്ദ്രനില്ലാതാകുന്നതുവരെ അങ്ങനെ സംഭവിക്കുമെന്ന് സങ്കീർത്തകൻ പറയും. പഴയ നിയമത്തിൽ മുഴുവനും കാണപ്പെടുന്ന സമാധാനത്തിൻ്റെ വാഗ്ദാനം
നിറവേറുന്നത് മിശിഹായിലാണ്. യഥാർത്ഥത്തിൽ മിശിഹായുടെ അതിവിശിഷ്ടമായൊരു ഗുണമാണ് സമാധാനം. അതിൽ രക്ഷയുടെ എല്ലാ ഫലങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. തൻ്റെ വേർപാട് പ്രഭാഷണത്തിൽ തൻ്റെ പ്രബോധനങ്ങളുടെ എല്ലാം സംഗ്രഹം എന്നോണം മിശിഹ അരുൾ ചെയ്തത് ഇതാണ്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകം നൽകുന്നത് പോലെയല്ല. ഉദ്ധാനം ചെയ്ത ശേഷം തൻ്റെ ശിഷ്യർക്ക് പ്രത്യക്ഷനായപ്പോഴെല്ലാം മിശിഹ അവരെ അഭിവാദനം ചെയ്തത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് സമാധാനം. മിശിഹായുടെ സമാധാനം ഒന്നാമതായി അവിടുത്തെ പിതാവുമായുള്ള നമ്മുടെ അനുരഞ്ജനമാണ്. അത് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ശുശ്രൂഷയിലൂടെയാണ് സംഭവിക്കുന്നത്. സമാധാന പ്രഘോഷണത്തോടെയാണ് അവരുടെ സുവിശേഷ പ്രഘോഷണം തന്നെ ആരംഭിക്കുന്നത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിച്ചാലും ആ വീടിന് സമാധാനം എന്ന് ആദ്യമേ പറയണം. അതുകൊണ്ട് സമാധാനം എന്നത് ഒരുവന് തൻ്റെ സഹോദരീ സഹോദരന്മാരുമായുള്ള അനുരഞ്ജനവും കൂടിയാണ്. കാരണം മിശിഹ നമ്മെ പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിൽ ദൈവത്തോട് നമ്മൾ യാചിക്കുന്ന മാപ്പ് സഹോദരീ സഹോദരന്മാർക്ക് നമ്മൾ നൽകുന്ന മാപ്പിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഈ ഇരട്ട അനുരഞ്ജനം വഴി ക്രൈസ്തവർക്ക് സമാധാന സ്ഥാപകരാകാൻ കഴിയും. അങ്ങനെ നമുക്ക് ദൈവരാജ്യത്തിൽ ഭാഗഭാക്കുകളാകാൻ കഴിയും. അഷ്ടസൗഭാഗ്യത്തിൽ മിശിഹ പ്രഘോഷിച്ചതുപോലെ സമാധാന സംസ്ഥാപകർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതിനാൽ സമാധാനത്തിനു വേണ്ടിയുള്ള അധ്വാനം ഒരിക്കലും സുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിൽ നിന്ന് വേർതിരിക്കപ്പെടാൻ പാടില്ല. സുവിശേഷം യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെ സദ്വാർത്തയാണ്. അതെല്ലാ സ്ത്രീ പുരുഷന്മാരെയും ഉദ്ദേശിച്ചുള്ളതാണ്. സമാധാനത്തിൻ്റെ സദ്വാർത്തയുടെ കേന്ദ്രത്തിൽ മിശിഹായുടെ കുരിശിൻ്റെ രഹസ്യമാണ് നിലകൊള്ളുന്നത്. എന്തെന്നാൽ സമാധാനം അവൻ്റെ ബലിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ക്രൂശിതനായ മിശിഹ വിഭജനങ്ങളെ കീഴടക്കി. സമാധാനവും അനുരഞ്ജനവും അവൻ പുനഃസ്ഥാപിച്ചു. തൻ്റെ കുരിശു വഴിയാണ് അവിടുന്ന് അത് ചെയ്തു പൂർത്തിയാക്കുന്നത്. സമാധാനം നീതിയുടെ ഫലമാണ്. മനുഷ്യവ്യക്തിയുടെ ഓരോ മാനത്തിൻ്റെയും സന്തുലിതാവസ്ഥയോടുള്ള ബഹുമാനം എന്ന വിശാല അർത്ഥത്തിലാണ് ഇവിടെ നീതിയെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യന് മനുഷ്യ വ്യക്തി എന്ന നിലയിൽ അർഹതപ്പെട്ടതെല്ലാം കൊടുക്കാത്തപ്പോഴും അവൻ്റെ മഹത്വം ആദരിക്കപ്പെടാത്തപ്പോഴും സിവിൽ ജീവിതം പൊതുനന്മയിലേക്ക് നയിക്കാത്തപ്പോഴും സമാധാനം ഭീഷണിക്കിരയാകുന്നു. സമാധാനപൂർണമായ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൽ മാനുഷിക അവകാശങ്ങളുടെ സംരക്ഷണവും വളർത്തലും അടിസ്ഥാനപരമാണ്. വ്യക്തികളുടെയും ജനങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും സമഗ്ര വികസനത്തിനും അത് അനിവാര്യമാണ്. സമാധാനം സ്നേഹത്തിൻ്റെയും ഫലമാണ്. യഥാർത്ഥവും ശാശ്വതവുമായ സമാധാനം നീതിയുടേതെന്നതിനേക്കാൾ സ്നേഹത്തിൻ്റെ കാര്യമാണ്. എന്തെന്നാൽ സമാധാനത്തിൻ്റെ തടസ്സങ്ങൾ നീക്കിക്കളയൽ മാത്രമാണ് നീതിയുടെ ധർമ്മം. ചെയ്യപ്പെട്ട ദ്രോഹവും ഉണ്ടാക്കപ്പെട്ട നാശവും അത് നീക്കുന്നുണ്ട്. എന്നാൽ സമാധാനം ഒരു പ്രവൃത്തിയാണ്. അത് സ്നേഹത്തിൻ്റെ മാത്രം ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. ദൈവം നിശ്ചയിച്ച ഒരു ക്രമത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ അനുദിനം സമാധാനം നിർമ്മിക്കപ്പെടുകയാണ്. അതിനെ വളർത്തുന്നതിന് ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുമ്പോൾ അതിന് ആർത്തു വളരാൻ കഴിയും. സമാധാനം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൻ്റെ അഗാധതയിൽ വേരുറച്ച ഒരു മൂല്യമെന്ന നിലയിൽ വളരാൻ തുടങ്ങുമ്പോൾ സംഘട്ടനങ്ങളെയും അക്രമത്തെയും തടയാൻ അത് ശക്തി പ്രാപിക്കും. സഭയുടെ പ്രബോധനാധികാരം യുദ്ധമെന്ന കിരാതത്വത്തെ ശപിച്ചു തള്ളുകയാണ്. നീതിയുടെ ഉപകരണമെന്ന നിലയിൽ യുദ്ധത്തെ പരിഗണിക്കാമെന്ന് ഈ അറ്റോമിക യുഗത്തിൽ സങ്കല്പിക്കുക പോലും അസാധ്യമാണ്. യുദ്ധം അതികഠിനമായ പ്രഹരമാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതൊരിക്കലും ഉചിതമായ മാർഗമല്ല. ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല, ഇനി ഒരിക്കലും അത് അങ്ങനെ ആവുകയുമില്ല. എന്തെന്നാൽ അത് പുതിയതും കൂടുതൽ സങ്കീർണവുമായ സംഘട്ടനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അത് അനാവശ്യമായ കൂട്ടക്കൊലകളായി തീരുകയാണ്. ഫലങ്ങളൊന്നും നൽകാത്ത
സാഹസിക കൃത്യമായത് മാറുകയാണ്. അത് മനുഷ്യവംശത്തിൻ്റെ വർത്തമാനകാലത്തെ തകർക്കുകയും ഭാവി കാലത്തെ ഭീതിജനകമാക്കി മാറ്റുകയും ചെയ്യും. സമാധാനം കൊണ്ട് ഒന്നും നഷ്ടപ്പെടുന്നില്ല, യുദ്ധം കൊണ്ട് പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടേക്കാം. സായുധ യുദ്ധം കൊണ്ടുണ്ടാകുന്ന നാശം ഭൗതികം മാത്രമല്ല, ധാർമ്മികവും ആത്മീയവും ഒക്കെയാണ്. അതിനാൽ അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്ക് പരിഹാരമായി യുദ്ധത്തിന് പകരമുചിതമായ മറ്റ് പരിഹാര മാർഗങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അത് അത്യന്തം അടിയന്തര സ്വഭാവമുള്ള കാര്യമാണ്. അതിനേറ്റവും അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് യുദ്ധപരമായ സംഘർഷങ്ങളുടെ യഥാർത്ഥ കാരണങ്ങളായ അനീതി, ദാരിദ്ര്യം, ചൂഷണം എന്നീ തിന്മകളെ മാറ്റിക്കളയുകയും അത്തരം വ്യവസ്ഥിതികളെ പൊളിച്ചെഴുതുകയുമാണ്. ആക്രമണത്തിൻ്റെതായ യുദ്ധം ആന്തരികമായി തന്നെ അധാർമികമാണ്. ദുരന്തപരമായ അത്തരം സന്ദർഭത്തിൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ആക്രമിക്കപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ നേതാക്കൾക്ക് പ്രതിരോധം സംഘടിപ്പിക്കാനും സൈനിക ശക്തി ഉപയോഗിക്കാൻ പോലും അവകാശവും കടമയുമുണ്ട്. സൈനിക ശക്തിയുടെ ഉപയോഗം നിയമാനുസൃതമാകണമെങ്കിൽ അതൊരേ സമയം കർശനമായ ചില വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കണം. അതിവയാണ്: ഒന്ന്, അക്രമി ഒരു രാഷ്ട്രത്തിൻ്റെയോ രാഷ്ട്രങ്ങൾ അടങ്ങുന്ന സമൂഹത്തിൻ്റെയോ മേൽ അടിച്ചേൽപ്പിക്കുന്ന നാശം നീണ്ടു നിൽക്കുന്നതും ഗൗരവമുള്ളതും തീർച്ചയുള്ളതുമായിരിക്കണം. രണ്ട്, അതിന് വിരാമമിടാൻ മറ്റു മാർഗങ്ങൾ അപ്രായോഗികവും നിഷ്ഫലവുമാണ് എന്ന് വ്യക്തമായിരിക്കണം. മൂന്ന്, വിജയിക്കുമെന്ന് പ്രത്യാശിക്കാൻ ആവശ്യമായ ഗൗരവതരമായ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കണം. നാല്, ദൂരീകരിക്കാൻ ഉദ്ദേശിക്കുന്ന തിന്മയേക്കാൾ കൂടുതൽ തിന്മകളും കുഴപ്പങ്ങളും ആയുധ പ്രയോഗങ്ങൾ മൂലം ഉളവാകാതെ ഇരിക്കണം. ഈ വ്യവസ്ഥകൾ വിലയിരുത്തുമ്പോൾ ആധുനിക ആയുധങ്ങളുടെ ഭാരിച്ച നശീകരണ ശക്തി പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. ഭാവി തലമുറകളെ യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന് സംരക്ഷിക്കാൻ രൂപം കൊണ്ട UN ചാർട്ടറിൻ്റെ കർശന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം. യുദ്ധം അനിവാര്യമാണോ എന്ന കർശന വിലയിരുത്തലുകൾ നടത്തേണ്ടത് അതിനായി നിയോഗിക്കപ്പെട്ട ഒരു സംഘമായിരിക്കും. ആ സംഘം സമാധാനത്തിന് ഭീഷണിയായ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് വിവേകപൂർവകമായ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടത്. പ്രതിരോധത്തിന് വേണ്ടി നീതിപൂർവകമായും വിവേകത്തോടെയും യുദ്ധം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ മാർഗത്തിലും സമാധാനത്തിൻ്റെ സംരക്ഷണവും പുനഃസ്ഥാപനവും മാത്രമാണ് ലക്ഷ്യം വെക്കേണ്ടത്. ശത്രുവിൻ്റെ നാശവും ജീവാപായവും ലക്ഷ്യമാക്കിയുള്ള മുന്നേറ്റങ്ങൾ പാടില്ല. രണ്ട്, നിരപരാധികളായ മനുഷ്യരെയും അവരുടെ സ്വത്തുവകകളെയും സംരക്ഷിക്കുന്നതിന് മുൻതൂക്കം നൽകണം. യുദ്ധത്തിൻ്റെ കാലത്തിന് ശേഷവും അവർക്ക് ജീവിക്കാനുള്ളതാണ് എന്നോർമ്മിക്കണം. യുദ്ധത്തിൻ്റെ ഫലങ്ങളിൽ നിന്ന് പൗരസമൂഹങ്ങളെ സംരക്ഷിക്കാനുള്ള കടമ യുദ്ധം ചെയ്യുന്ന ഓരോ ഭരണാധികാരിക്കുമുണ്ട്. മൂന്ന്, യുദ്ധത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അഭയാർത്ഥികളെ സഭ സംരക്ഷിക്കുന്നത് പോലെ തന്നെ എല്ലാ ലോകരാഷ്ട്രങ്ങളും പരിഗണിക്കേണ്ടതുണ്ട്. നാല്, സമാധാനത്തെ ഭീഷണിപ്പെടുത്തുന്ന വ്യക്തികൾക്കും സംഘങ്ങൾക്കും സംഘടനകൾക്കുമെതിരായി നടപടികളെടുക്കുകയും അവരെ നിയമപരമായി കൈകാര്യം ചെയ്യുകയും വേണം. അഞ്ച്, നിരായുധീകരണം നടപ്പിലാക്കണം. ആണവായുധങ്ങൾ ഉൾപ്പെടെ ചെറുതും വലുതുമായ എല്ലാത്തരം ആയുധങ്ങളുടെയും ഉൽപാദനം, വിപണനം, ഉപയോഗം എന്നിവ അവസാനിപ്പിക്കണം. ആറ്, കുട്ടികളെയും കൗമാരക്കാരെയും സായുധ സംഘടനകളിൽ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കണം. ഏഴ്, വിദ്വേഷവും മരണവും വിതയ്ക്കുന്ന ഭീകരവാദത്തെ എന്നേക്കുമായി ഒഴിവാക്കണം. അത് പകരം വീട്ടാനും തിരിച്ചുപിടിക്കാനുമുള്ള പ്രേരണ വിതയ്ക്കുന്ന ഒരു ദുരന്തമാണ്. ലോകത്തിൽ സമാധാനം വളർത്തുക എന്നത് ശുദ്ധമാന കത്തോലിക്കാ സഭയുടെ ദൗത്യത്തിൻ്റെ അടിസ്ഥാന ഭാഗമാണ്. മിശിഹായുടെ രക്ഷാകര ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെ ഭാഗമാണത്. യഥാർത്ഥ സമാധാനം സാധ്യമാകുന്നത് ക്ഷമിക്കുന്നതിലൂടെയും അനുരഞ്ജനപ്പെടുന്നതിലൂടെയുമാണെന്ന് സഭ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പരസ്പരം ക്ഷമിക്കുമ്പോൾ നീതി പുലരണമെന്ന് സഭ ആഗ്രഹിക്കുന്നുണ്ട്. നീതിയിലാണ് സമാധാനം അടിസ്ഥാനമിട്ടിരിക്കുന്നത്. സഭ സമാധാനത്തിന് വേണ്ടി പടപൊരുതുന്നതിൻ്റെ രീതി പ്രാർത്ഥനയാണ്. ദൈവത്തിലേക്ക് ഹൃദയം തുറക്കുമ്പോൾ മറ്റുള്ളവരിലേക്കും ഹൃദയം തുറക്കാൻ എല്ലാവർക്കും സാധിക്കും. വലിയ യുദ്ധങ്ങളുടെ സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ അതുകൊണ്ട് മടി കാണിക്കരുത്. തിരുസഭ അതീവ പ്രധാനമായി ആഘോഷിക്കുന്ന ലോക സമാധാന ദിനങ്ങളും പ്രാധാന്യത്തോടെ തന്നെ ക്രൈസ്തവ സമൂഹവും പൊതുസമൂഹവും ആചരിക്കേണ്ടതുണ്ട്. സമാധാനത്തെപ്പറ്റി ചിന്തിക്കാനും
പ്രതിജ്ഞകൾ എടുക്കാനും ആ ദിവസം ഉപയോഗപ്പെടുത്തണം. അങ്ങനെ യുദ്ധങ്ങൾ സമ്പൂർണമായും ഇല്ലാതായി ദൈവരാജ്യം സംസ്ഥാപിതമാകുന്നതുവരെ നമ്മൾ സമാധാനത്തിൻ്റെ ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ടേയിരിക്കണം. ഒരു യുദ്ധത്തെയും അതിനാൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാതിരിക്കാം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകൾ, സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.